ശബരിമല എന്ന് കേൾക്കുമ്പോൾ കുറേ സുഡാപ്പികൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ്. എങ്ങനെ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റണം? യുവതീ പ്രവേശനമാണ് ലക്ഷ്യം. അങ്ങനെ ശബരിമലയെ തകർക്കണം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശബരിമലയിൽ 13 വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾ പോകാൻ പാടില്ല, ഋതുമതികളായ പെൺകുട്ടികൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പോകാമെന്നുള്ളതാണ്. അത് വിശ്വാസമാണ്, ആചാരമാണ്, അത് അനുഷ്ഠിക്കുന്ന നിരവധി പേരുണ്ട്. അത് അങ്ങനെ തന്നെ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളായ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരുപാട് വിശ്വാസികളുണ്ട്. വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാരും ശബരിമലയിൽ ചെന്ന് കെട്ടും കെട്ടി പോകണമെന്ന് ഇപ്പോൾ രേന ഫാത്തിമയും ബിന്ദു അമ്മണിയും കനകദുർഗയൊക്കെ പോയതിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സാനിറ്ററി പാഡും കൊണ്ട് പിന്നെ വ്രതമൊന്നും എടുക്കാതെ അങ്ങ് ശബരിമലയിൽ ഇപ്പോൾ കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് PFIയുടെ പിന്തുണയോടുകൂടി ശബരിമലയിൽ കയറി ഇപ്പോൾ അങ്ങ് പിന്നെ എന്താ പെണ്ണുങ്ങളെല്ലാം കൂടെ വിളിച്ചുകൊണ്ടുവന്ന് കയറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. പിന്നീട് സർക്കാരിന് തന്നെ അത് കയറിക്കോ എന്ന് പറഞ്ഞ് സർക്കാരിന് തന്നെ അവസാനം പറയേണ്ടി വന്നു, ദൈവത്തെ ഓർത്ത് പെണ്ണുങ്ങളെ നിങ്ങളാരും ശബരിമലയിലോട്ട് പോവല്ലേ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. ആ തരത്തിലേക്ക് ജനങ്ങളങ്ങ് രോക്ഷാകുലരായി മാറിയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. BJP അത് മുതലെടുപ്പിന് വേണ്ടി നടത്തിയെന്നൊക്കെ പറയുന്നു. ഇത് ആര് മുതലെടുപ്പ് നടത്തിയാലും ഇല്ലെങ്കിലും ഓരോന്നിനും ഓരോ വിശ്വാസമുണ്ട്. ഇപ്പോൾ ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകൻ്റെ അടുത്തൊരു അവതാരക വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. അതിന് ജിയോ ബേബി നൽകിയ മറുപടിയാണ് കലക്കം മറുപടി എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയുടെ സംവിധായകൻ ജിയോ ബേബിയുടെ കയ്യിൽ നിന്നാണ് സുഡാപ്പി അവതാരകയ്ക്ക്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അവതാരകർക്കിടയിൽ സുഡാപ്പി എന്നോ അല്ലെങ്കിൽ സംഘി എന്നോ ഇതൊന്നുമില്ല. പലരും സംഘി അവതാരകർ, സംഘി മാധ്യമ പ്രവർത്തകർ, കമ്മി മാധ്യമ പ്രവർത്തകർ, സുഡാപ്പി മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തവരാണ്. കാരണം നമ്മൾ ചില ചോദ്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ എന്തിനാണ് തലയിടാൻ പോകുന്നത്? ഞാനൊന്നും ഇപ്പോൾ മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ അവരുടെ ഈ പള്ളികളിലൊന്ന്, മുസ്ലിം പള്ളികളിലൊന്ന് സ്ത്രീകളെ കയറ്റില്ല എന്ന് പറയുന്നു. അത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിരിക്കും, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് കയറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കയറ്റുന്നില്ല, നാളെ മുതൽ എല്ലാ പള്ളികളിലും മുസ്ലിം സ്ത്രീകൾ കയറട്ടെ എന്ന് ഏതെങ്കിലും ഹിന്ദുവിനോ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾക്കോ ഏതെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. അങ്ങനെ പറയേണ്ടതിൻ്റെ ആവശ്യകതയും ഇല്ല. കാരണം സമത്വം എന്ന് പറയുന്നത് അമ്പലത്തിൽ കയറിയിട്ടോ പള്ളിയിൽ കയറിയിട്ടോ നേടേണ്ട കാര്യമല്ല. അത് ഓരോ സ്ത്രീയും സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് സമത്വം എന്ന് പറയുന്നത്. അല്ലാതെ അമ്പലത്തിൽ പുരുഷനോടൊപ്പം ഞാൻ കയറിയാൽ മാത്രമേ എനിക്ക് സമത്വം കിട്ടൂ, എങ്കിലേ ഞാൻ പുരുഷനോടൊപ്പം തുല്യത ഉണ്ടാകൂ, പള്ളിയിൽ നാളെ മുതൽ ഉസ്താദുമാരിരിക്കുന്നിടത്ത് ഞാൻ ചെന്നിരിക്കാം, എങ്കിലേ എനിക്ക് സമത്വം ഉണ്ടാകൂ, എങ്കിലേ ഞാൻ സ്വതന്ത്രയാകൂ, എങ്കിലേ എനിക്ക് പിന്നെ എന്താ പറയുക, അടിമത്വമില്ലാതെ ആൺമേൽക്കോയ്മേക്കാൾ മുകൾ ഒരു തേങ്ങാക്കൊലയുമില്ല. വിശ്വാസം വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തരും പോകുക എന്നുള്ളതാണ്. നമുക്കതിൽ വിശ്വാസമില്ലേ, നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടതിൻ്റെ കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ജിയോ ബേബി ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ശബരിമല പ്രവേശനത്തെ കൂടുതലും എതിർത്തത് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകൾ തന്നെ ആയിരുന്നുവെന്നാണ് ആ അവതാരക ജിയോ ബേബിയോട് ചോദിച്ചത്. പക്ഷേ ഇതിനെ നല്ല ചുട്ട മറുപടി കൊടുത്തു. ആ മറുപടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ശബരിമല ഞങ്ങൾ പോകുന്നില്ല, റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞല്ലോ. മോസ്കിലെ കാര്യം നോക്കിയാൽ മോസ്കിൽ ഇവരും നിങ്ങൾ പോകാൻ പോലും പറഞ്ഞിട്ടില്ല അല്ലേ, പോണെന്ന് പറയാറുമില്ല അല്ലേ. കേട്ടല്ലോ മറുപടി. അങ്ങനെ നോക്കിയാൽ എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ശബരിമലയിൽ ഞങ്ങൾ പോകുന്നില്ല, റെഡി ടു വെയിറ്റ് എന്ന് ഹിന്ദു സ്ത്രീകൾ പറഞ്ഞല്ലോ. ഇപ്പം മോസ്കിലെ കാര്യം നോക്കുക, അവിടെ നിങ്ങൾ പോകാൻ പോലും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ മോസ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല. അവിടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നതാണ്. തൻ്റെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ അഭിമുഖം നടത്തുന്ന പെൺകുട്ടി ശ്രമം നടത്തുകയാണ്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ജിയോ ബേബിയുടെ സ്ട്രോങ് ആയ മറുപടി കേട്ടതോടെ എല്ലാം ശാന്തം. കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ഒരു അഭിമുഖമാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വരുമ്പോൾ നമ്മൾ പറയുക തന്നെ വേണം. ഇപ്പോൾ മോസ്കിൽ കയറാൻ ഒരു സ്ത്രീകളോടും ഒരു ആളുകളും പറയുന്നത്, കാരണം അത് വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ തൊട്ട് കളിക്കാൻ ഇവിടെ പലർക്കും ഭയമാണ്. അല്ലെങ്കിലും അതൊക്കെ അവരുടെ ആചാരങ്ങളാണ്. അവരുടെ ഒരു ആചാരത്തിലും ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ ഒരു ആചാരത്തിലും ഇവിടുത്തെ ഒരു ഹിന്ദുക്കളും കയറി മേയുന്നതോ ഒരു ഹിന്ദുക്കളും അതിൽ ഇടപെടലുകൾ നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല.
അങ്ങനെ പോകേണ്ടതിൻ്റെ കാര്യമില്ല. മത സൗഹാർദ്ദത്തോടെ അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നും ജനാധിപത്യ രാജ്യമാണെന്നും മതേതരത്വ രാജ്യമാണെന്നും നമ്മൾ പറയുന്നത്. കോൺഗ്രസിന് മുദ്രാവാക്യമൊന്നുമല്ല മതേതരത്വം എന്ന് പറയുന്നത്. ഇവിടെ ആ തരത്തിലാണ്. ഇപ്പോൾ പാളയത്ത് നമ്മൾ നോക്കിയാൽ മുസ്ലിം പള്ളിയും ഗണപതിയുടെ അമ്പലവും ക്രിസ്ത്യൻ പള്ളിയും ഒരുമിച്ച് ഒരേ രീതിയിലാണ് പോകുന്നത്. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഒരു മതിൽക്കെട്ടുകൾ പോലും ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിൽ എത്രയോ ഹിന്ദുക്കൾ പോകാറുണ്ട്. എത്രയോ വിശ്വാസമാണ്. തിരുവനന്തപുരത്ത് തന്നെ ബാലരാപുരം കഴിഞ്ഞാൽ വഴിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പിന്നെ മോസ്കിൻ്റെ ഒരു എനിക്കതിൻ്റെ പേര് കൃത്യമായി അറിയില്ല, ഒരു കല്ലറ പോലത്തെ ഒരു ഇവർക്ക് ഈ ഖബറിടം ഉണ്ട്. അവിടെ പോകുന്ന സമയത്ത് അവിടെ നേർച്ചയായിട്ട് അവിടെ നിന്ന് കുരുമുളകും പഞ്ചസാരയുമാണ് കിട്ടുന്നത്. എത്രയോ തവണ ഞാനൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. നാളെ അതിൻ്റെ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് വിശ്വാസമാണ്. ഒരു പള്ളി കാണുമ്പോൾ, ഒരു മോസ്ക് കാണുമ്പോൾ ഞങ്ങൾ അറിയാതെ നെഞ്ചത്ത് കൈവെക്കും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ നമ്മൾ മോസ്കിൽ അങ്ങനെയല്ല. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്ന പല ഹിന്ദുക്കളും അങ്ങനെയാണ്. വെട്ടുകാട് പള്ളിയിൽ പോകുന്ന എത്രയോ പേരുണ്ട്, വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്ന എത്രയോ പേരുണ്ട്. നേർച്ചയിട്ട് മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ എത്രയോ പള്ളികളിൽ നേർച്ചയിടുന്ന അമ്മമാരുണ്ട്. ശബരിമലയിൽ പോകുന്ന ജാതി മതം നോക്കാതെ ശബരിമലയിൽ പോകുന്നവരുണ്ട്. ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നു. വരുന്നവരെല്ലാം ഹിന്ദുക്കളാണോ എന്ന് നോക്കിയിട്ടാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. അല്ല. അപ്പോൾ പറയാൻ നമുക്ക് പിന്നെ കൊരഷ്ടമുണ്ടാക്കാൻ വേണ്ടി എന്ത് ചോദ്യം ചോദിക്കാം. ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ കയറണം, അവിടെ കയറ്റണം എന്നുള്ളത്. ഒരു ഹിന്ദുക്കളും പറയുന്നില്ല. കുറച്ച് ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് സ്വയം പിന്നെ എന്താ ഞാനാണ് ലോകത്തെ ഇപ്പം മാറ്റിമറിക്കും, ഇപ്പം ഹിന്ദു ക്ഷേത്രങ്ങളെയൊക്കെ അങ്ങ് മാറ്റിമറിച്ച് ഇപ്പം തന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇതും കൊണ്ടങ്ങ് കയറും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. എല്ലാ ഹിന്ദുക്കളും അങ്ങനെയല്ല. അവർ വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ കൃത്യമായി എന്താ പറയുക അനുസരിച്ച് അതിൻ്റെ നിലപാടുകൾക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ നിലപാടുകളും ഒരു ക്ഷേത്രത്തിൽ കെട്ടി ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ ധിക്കരിച്ചുകൊണ്ട് കയറുന്നതിലൂടെയല്ല ഒരു സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമ്മുടെ വ്യക്തിത്വവും നിലപാടിലൂടെയും വരേണ്ടതാണ് സമത്വവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ വിളിച്ചിരുത്തിയിട്ട് പെണ്ണുങ്ങളൊക്കെ ശബരിമലയിൽ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ശബരിമലയിൽ പോകാൻ ഇപ്പോൾ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർത്തവ സമയത്ത് ശബരിമലയിൽ പോകുന്ന ആളുകൾ പോകുന്ന ആളുകൾക്ക് ആർത്തവ സമയത്ത് സ്ത്രീകളെ തൊടാൻ പാടില്ല, ആർത്തവം അശുദ്ധിയല്ല എന്ന് പറഞ്ഞു പലരും രംഗത്ത് നിന്നു. ശരിയാണ്, ആർത്തവമൊന്നും അശുദ്ധിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ വിശ്വാസമാണ്, അവരുടെ പിന്നെ മനസ്സിൽ കയറിയിരുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന നാളെ മുതൽ ആർത്തവ സമയത്ത് നിങ്ങളൊന്ന് അമ്പലത്തിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ നാളെ റേഷൻ കാർഡിൽ നിന്ന് നിങ്ങളെ പേര് വെട്ടും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം വിശ്വാസത്തെ വിശ്വാസമായി കാണുന്നവരുണ്ട്. അപ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിൻ്റെ വിശ്വാസത്തിൽ കയറി കൈകടത്തലാണ് എൻ്റെ സമത്വം, എൻ്റെ ഫെമിനിസം, നിങ്ങളൊക്കെ ഞങ്ങളാരും പള്ളിയിൽ പോകില്ല, അതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ പള്ളിയിലൊന്നും നിങ്ങൾ തൊട്ട് കളിക്കാൻ വേണ്ട, ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഉസ്താദുമാരും മൊയ്ലിയാരുമാരും തങ്ങളുമാരും അവരൊക്കെയാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് പിന്നെ അരങ്ങത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക്, ഇതാണ് ഞങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത്. ഇതിനപ്പുറം കൈകടത്താൻ ആരെങ്കിലും വന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയെ തന്നെ മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കും, ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. എന്നാൽ മറ്റുള്ളവൻ്റെ വിശ്വാസത്തിൽ കയറി തൊട്ട് ചൊറിഞ്ഞ് മാന്തി പുണ്ണാക്കി അത് വലിയ സംഭവമാക്കി ചർച്ചയാക്കി പിന്നെ അത് നാലായിട്ട് തിരിഞ്ഞ് ഒരു വിഭാഗം കയറണമെന്നുള്ളത്, ഒരു വിഭാഗം കയറണ്ട എന്നുള്ളത്, ഒരു വിഭാഗം ആചാരത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ ആചാരത്തെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഹിന്ദുക്കളെ മുഴുവൻ തമ്മിലടിപ്പിച്ച് തീർക്കാനായി ഒരു വിഭാഗം ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത് ഇത്രയും കാലമായിട്ട് ഇതിനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.